പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ 60 റൂട്ടുകൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും പൊതുജനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജനസദസ്സിലാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. ഒരു സാഹചര്യത്തെ പരമാവധി നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ എത്രയോ സാധാരണക്കാരായ ആളുകൾ പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്യാവുന്നതിനെ കുറിച്ച് പുസ്തകം നേരത്തെ പറയണ്ടായി. നമ്മളിനി പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അനിവാര്യമാണ്, വാഹന സർവീസ് അനിവാര്യമാണ്, ബസ് സർവീസ് അനിവാര്യമാണ്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നത് വഴി സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനാകുമെന്ന് ജനസദസ്സ് ഉദ്ഘാടനം ചെയ്ത നജീബ് കാന്തപുരം MLA പറഞ്ഞു. അതുവഴി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടും. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനും ഇക്കാര്യത്തിൽ പൊതുനയം രൂപീകരിക്കാനും സർക്കാർ നേരിട്ട് സംഘടിപ്പിക്കുന്ന ജനസദസ്സ് വളരെ ഫലപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമുള്ള റൂട്ടുകൾ കണ്ടെത്തുകയും പ്രായോഗികമായി അത് നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. പുതിയ റൂട്ടുകൾ തുടങ്ങുകയും 40 ദിവസത്തിനകം നിർത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കാത്ത വിധം ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ P. ഷാജി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO M. രമേശ് വിഷയാവതരണം നടത്തി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK. മുസ്തഫ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. അബ്ദുൽ കരീം, ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് C. സുകുമാരൻ, പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ, വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CM. മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.